നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫ്രീലാൻസ് സ്കില്ലുണ്ട്. ബിസിനസ് ഓണേഴ്സ് എല്ലാം 5000 മുതൽ 50000 രൂപ വരെ മാസം സ്പെൻഡ് ചെയ്യുന്ന ഒരു ജോബാണ്. വിശ്വാസം വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രൂഫിനെ കാണിച്ചു തരാം. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം കാരണം ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളും ഈ ഫ്രീലാൻസ് ജോബ് ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിട്ട് മാറും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയുന്ന ഫ്രീലാൻസ് സ്കില്ലിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റിയ ഫ്രീലാൻസ് ജോബാണിത്. ഈ വീഡിയോയിൽ ഞാൻ എന്താണ് സോഷ്യൽ മീഡിയ മാനേജറിന്റെ ജോബ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുകൂടാതെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എത്രയാണ് ക്ലയന്റിന്റെ അടുത്ത് പൈസ ചാർജ് ചെയ്യേണ്ടത്, റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്തോരം ഏൺ ചെയ്യാൻ പറ്റും, എന്താണ് ഇതിന്റെ റിക്വയർമെന്റ്സ് എന്നുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോയിൽ. പോരാത്തതിന് ഞാൻ കുറച്ച് ഗിഫ്റ്റുകളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മതി. ഫസ്റ്റ് ഓഫ് ഓൾ, സോഷ്യൽ മീഡിയ മാനേജറിന്റെ ആവശ്യം എന്താണ്, അവരുടെ ജോബ് റോൾ എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചുറ്റും ഒരുപാട് ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബിസിനസ് ഓണേഴ്സിനൊന്നും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒന്നും ഹാൻഡിൽ ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ ബിസിനസ് ഓണേഴ്സിന് അറിയാം കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആണെന്ന്. ബിസിനസ് ഓണേഴ്സ് അവരുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ സോഷ്യൽ മീഡിയ പേജസ് ഹാൻഡിൽ ചെയ്യാൻ അവർ സോഷ്യൽ മീഡിയ മാനേജേഴ്സിനെ ഹയർ ചെയ്യും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമല്ല ഇപ്പോൾ ജോലി കിട്ടുന്നു. അല്ല, ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഫ്രീലാൻസിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തിരുന്ന വർക്കുകളാണ് ഇതെല്ലാം. പക്ഷെ ഇത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാം എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാനേജർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു ക്ലയന്റിനെ കിട്ടിയാൽ നിങ്ങൾ എന്താണ് അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്കൊരു ക്ലയന്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ അവർക്ക് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ പ്രൊഫൈൽ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ യൂസർ നെയിം ഒപ്റ്റിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ബയോ ഒപ്റ്റിമൈസ് ചെയ്യുക, അവരുടെ ലോഗോ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുക, അതിനൊരു സ്റ്റോറി ബോർഡർ ഒക്കെ ആഡ് ചെയ്ത് പ്രൊഫഷണൽ ലുക്കിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പേടിക്കേണ്ട, എല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പോസ്റ്റിംഗ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലയന്റ് ഇങ്ങോട്ടേക്ക് നമുക്ക് കണ്ടന്റ് അയച്ചു തരുന്ന ടൈപ്പ് അക്കൗണ്ടുകൾ മാത്രമേ നമ്മൾ ഹാൻഡിൽ ചെയ്യാവുള്ളൂ. അപ്പോൾ ക്ലയന്റ് നമുക്ക് ഇതുപോലുള്ള കണ്ടന്റ് അയച്ചു തന്നു കഴിഞ്ഞാൽ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഈ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. ഒപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, കീവേഡ്സ് കൊടുക്കണം, ഒപ്പം ഹാഷ്ടാഗും കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലയന്റിനെ കിട്ടിയാൽ നിങ്ങൾ ആ പേജിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ക്ലയന്റിനെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെയാണ് ക്ലയന്റിനെ പിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ക്ലയന്റിനെ ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സിനെയാണ്. കാരണം ഇവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇവരെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും തന്നെയാണ്. അപ്പൊ ഡയറക്റ്റ് ഇവർ നമുക്ക് ഈ കണ്ടന്റ് തന്നാൽ മാത്രം മതി. പിന്നെ നമ്മളത് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ദൗത്യം മാത്രമേ നമുക്കുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ സെർച്ച് ബാറിൽ പോയിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുത്താൽ മതി. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ടിൽ കുറച്ച് അക്കൗണ്ട്സ് എല്ലാം വരും. ഓരോ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് അവർ എന്നാണ് പോസ്റ്റ് ചെയ്തത്, അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രീതി കറക്റ്റ് ആണോ, അതായത് ഡിസ്ക്രിപ്ഷൻ, കീവേഡ്സ്, ഹാഷ്ടാഗ്സ് അതെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കൃത്യമായി നോക്കണം. ഇവരുടെ പേജ് കണ്ടിട്ട് ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, അവർ കൃത്യമായിട്ടല്ല പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അവർക്ക് എന്തായാലും റീച്ച് നല്ല കുറവായിരിക്കും. നിങ്ങൾക്ക് തൽക്കാലം ഇപ്പം അറിയില്ലായിരിക്കും എങ്ങനെയാണ് റീച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ ഉള്ള പ്രോംപ്റ്റ് മതി, നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിലേക്കാണെങ്കിലും റീച്ച് വരും. അത് കിട്ടണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ സൂപ്പർ എന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചുതരാം. നമ്മളൊരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ സൈക്കോളജി മനസ്സിലാക്കി നമ്മൾ അപ്രോച്ച് ചെയ്യണം. അവർക്ക് ജസ്റ്റ് കയറി ചെന്ന് ഹലോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നോന്നേ പറയുള്ളൂ. നമ്മുടെ ഹെൽപ്പിലൂടെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടണം. ആ രീതിയിലായിരിക്കണം മെസ്സേജ് അയക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരാം. അങ്ങനെ ഈ രീതിയിൽ ക്ലയന്റിനെ കിട്ടിയതിന് ശേഷം അവരുടെ അടുത്ത് പാക്കേജിന്റെ കാര്യം സംസാരിക്കുക. പാക്കേജ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ക്ലയന്റ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ അത് കൊടുക്കേണ്ടതാണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്, ഇത്രയും ചെയ്യുന്നതിന് നമ്മൾ എത്ര രൂപയാണ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടത്. ഡെയിലി ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഒരു ക്ലയന്റിനെ നമുക്ക് ഡീൽ ചെയ്യാൻ. നമ്മൾ ഒരു മാസം ഒരു ക്ലയന്റിനെ മാത്രമല്ല എടുക്കുന്നത്. കുറഞ്ഞത് ഒരു 3-4 ക്ലയന്റ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. 1 മണിക്കൂറിന് താഴെ നമുക്ക് ജോലി വരുന്നുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ 5000 ആണ് ഏറ്റവും ബേസ്. പക്ഷേ എൻ്റെ ആ 50,000 20,000 ഒക്കെ നിങ്ങൾ സിംഗിൾ പേയ്മെന്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പീരിയൻസ് കാരണമാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് വേറെ സ്കിൽസും എനിക്കുണ്ട് അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അത്രയും ഹൈ പേയ്മെന്റ് കിട്ടുന്നത്. ഇനി ഈ 5000-ൽ നിന്ന് പെർ ക്ലയന്റ് 50,000-ലേക്ക് എത്താനുള്ള സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂസ്ഫുൾ വീഡിയോ എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ വൈകാതെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോംസ് എല്ലാം കിട്ടാൻ കമന്റും ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.